ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമാസ് വേൾഡ് ആൻഡ് കുക്കിംഗ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും വളരെ രുചികരവും ആയ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ നല്ലൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ചൂടുചട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് വഴറ്റി കൊടുക്കുക. ഉപ്പ് പൊടി ഇട്ട് നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോഴത്തെ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ചതച്ചതില്ലെങ്കിൽ നമുക്ക് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് പകരം ഇഞ്ചി പേസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് ഒരു 3 പച്ചമുളക് നടുകീറിയതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേപ്പിലയാണ് വേണ്ടത്, വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ട 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂൺ നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം ചേർക്കുമ്പോൾ നമ്മൾ തീ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ എല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൂപ്പിക്കാം. അതിനുശേഷം ഇനി നമുക്കിതിലോട്ട് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഇത് 2 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ. അത് കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ ഉടഞ്ഞ് വരണം.
ഇനിയിപ്പോൾ നമുക്കത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ മൂടി ഒന്ന് തുറന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി മസാലയായിട്ട് നല്ല മാതിരി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് കൂന്തളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു 1/2 കിലോ കൂന്തളാണ് കേട്ടോ. അപ്പോൾ അതിട്ട് നമ്മൾ നല്ലതുപോലെ മസാലയിൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസ് കൂന്തളാണ് കേട്ടോ. ഇത് നല്ല വലിപ്പമുള്ള കൂന്തളാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല അങ്ങനെ റൗണ്ടനൊക്കെ നുറുക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ. ഇത് റൗണ്ടന് തന്നെയാണ് നുറുക്കിയിരിക്കണത്, പക്ഷേ അത് ചെറിയ കൂന്തളാണ്. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, അതായത് ഈ കൂന്തളിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി നമുക്ക് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതാ ഗ്രേവിയൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ എടുക്കുകയാണെങ്കിൽ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ, ചെറുതായിട്ട് ഗ്രേവിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി ഒന്നുകൂടി നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ, അതായത് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി നമ്മളതൊന്ന് വരട്ടിയെടുക്കുക. ഇതിങ്ങനെ വരട്ടിയിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തുനിന്ന് എണ്ണ തെളിഞ്ഞു വരും. അതാ പാകത്തിന് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണത്. അപ്പോൾ ഇത് നല്ല അതിലത്തെ എല്ലാ വെള്ളത്തിൻ്റെ അംശങ്ങളും മാറി അത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് തീ ഓഫാക്കി സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റോസ്റ്റ് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. ഒരു ലൈക്കും കൂടി തരണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.